നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആചാര്യസഭയ്ക്കും സ്വാഗതം. കേരളത്തിലെ ഏകദേശം 50ഓളം സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 32 സ്കൂളുകളാണ് ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ മത്സരിച്ചത്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20ഓളം സ്കൂളുകളാണ് ഇപ്പോൾ ഈ വേദിയിൽ മാറ്റുരയ്ക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കെല്ലാം അവരുടെ അധ്യാപകരും രക്ഷിതാക്കളും നിങ്ങൾ പ്രേക്ഷകരും കൊടുക്കുന്ന ഒരു സ്നേഹവും സഹകരണവും കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ വേദിയിൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയ ഈ ദൃശ്യവിസ്മയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം നമുക്ക് കാണാം വജ്രവ്യൂഹം. ഇന്നത്തെ എപ്പിസോഡിലെ വജ്രവ്യൂഹത്തിൽ ആരാണ് മത്സരിക്കാനായിട്ട് എത്തുന്നത് നമുക്ക് നോക്കാം. ശരത്തേട്ടാ, ഇന്നത്തെ എത്തുന്നത് അമൃത വിദ്യാലയം പത്തനംതിട്ടയെന്ന് പ്രിയനന്ദ പ്രദീപ് ആൻഡ് ദേവനന്ദ സി നായർ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയനന്ദ ആൻഡ് ദേവനന്ദ. പ്രിയനന്ദ, ദേവനന്ദ എത്ര ക്ലാസ്സിലാ? ഞാൻ 8ാം ക്ലാസ്. 8ാം ക്ലാസ്സില്? 8ല്. ഇദ്ദേഹം പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കൊക്കെ പരിചയമുണ്ട്. പുതിയൊരാളാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡൊക്കെ കണ്ടിട്ട്? നല്ലായിരുന്നു. സ്കൂളിലെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വരാൻ തീരുമാനിച്ചത്. ആവേശമായി. ഓക്കെ. അപ്പൊ തന്നിരിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ നന്നായി പഠിച്ചോ? പഠിച്ചു. അപ്പം ഈ ഒരു റൗണ്ടിന്റെ റൂൾസ് ഒക്കെ അറിയാമോ? അത്യാവശ്യം അറിയാം. എന്തായാലും നമ്മുടെ 3ആം ഘട്ടമാണ്. ഫസ്റ്റത്തെ 2 ഘട്ടങ്ങളെക്കാളും ഇച്ചിരിയുടെ ടഫ് ആയിരിക്കുന്നതാണോ ഈസി ആയിരിക്കുന്നതാണോ വിചാരിക്കുന്നത്? ടഫായിരിക്കും അല്ലേ? പക്ഷെ കുറച്ചുകൂടെ നിങ്ങളുടെ ടീം മൊത്തത്തിൽ ഇതുവരേക്കും നല്ലൊരു ഇമ്പാക്റ്റാ തന്നിരിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം? ആ മാർക്കൊന്നും ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ തൊട്ട് ഫ്രഷ് മാർക്കാ. അപ്പൊ നമുക്ക് ഈ ഒരു റൗണ്ടിന്റെ നിയമാവലികൾ, റൂൾസ് പറയാം. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നും ഒരു സബ്ജക്റ്റ് നമ്മൾ പകിടിട്ടിട്ടാണ് തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്ത സബ്ജക്റ്റിലെ ബേസ് ചെയ്തിട്ട് നമുക്ക് 7 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കും. 7 ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരവാണെങ്കിൽ ഓരോ ചോദ്യത്തിനും നമുക്ക് 10 മാർക്ക് വീതം നൽകും. തെറ്റായിട്ടുള്ള ചോദ്യമാണെങ്കിൽ ഇപ്രാവശ്യം മൈനസ് മാർക്ക് ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ളൊരു സമയം ഉണ്ടായിരിക്കും. അതായത് ചോദ്യം ചോദിച്ചതിന് ശേഷം, അതായത് ഓപ്ഷനും വായിച്ചതിന് ശേഷം കൃത്യം 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കിട്ടുന്ന സമയം. അതിനകത്ത് ഉത്തരം പറഞ്ഞാൽ മാർക്ക് കിട്ടും. അതിന് ശേഷം ശരിയായാലും തെറ്റായാലും മാർക്കൊന്നും കിട്ടുന്നതല്ല. എല്ലാം ക്ലിയർ ആണോ? റെഡിയാണോ? അപ്പം നമുക്കിത് എന്താണ് സബ്ജക്റ്റ് എന്ന് അറിയണ്ടേ? പകിടിടാം. റെഡി? വരും. ഓക്കെ. അപ്പൊ ആരാണെന്ന് പകിടിടാൻ പോകുന്നേ? പകിടിടാം. 12. ഓക്കെ. 12 കിട്ടിയാ? 6. ഇനി 6 എന്ന നമ്പറിന് പിന്നിൽ ഏതാ സബ്ജക്റ്റ് എന്ന് അറിയണ്ടേ? അപ്പൊ തിരിച്ചു വരണം. വാ. അപ്പൊ ഇനി ഈ നമ്പറിന് പിന്നിൽ ഏതാണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് നോക്കാം. സീതാ സ്വയംവരം. എങ്ങനെയാണ് സീതാ സ്വയംവരത്തിന്റെ ഒരു അവസ്ഥ? സെറ്റാണോ? സെറ്റാണ്. കുഴപ്പമില്ല. ഏത് ചോദ്യം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഉത്തരം സ്പോട്ടില്. പിന്നെ സംശയം ഇല്ലല്ലോ? സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചാലോ? ഞാൻ ചോദിക്കുന്നതാണോ ഇഷ്ടം, അത് വേറൊരു ക്വിസ് മാസ്റ്റർ വന്ന് ചോദിക്കുന്നതായിരിക്കും ഇഷ്ടം? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മാർക്കിട്ട്. ഞാൻ ചോദിച്ചിട്ട് ചോദ്യം തെറ്റി ഉത്തരം തെറ്റിന്നൊന്നും പറയണ്ട. അതുകൊണ്ട് ഞാനൊരു ക്വിസ് മാസ്റ്റർ ഇവിടെ നിയമിച്ചിരിക്കുന്നതല്ല. പുള്ളിക്കാരി ചോദിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വിധുവാല ചേച്ചി. അപ്പോ ചേച്ചിയെ ഞാൻ ഈ 2 കുട്ടികൾ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. ഇരിക്കൂ. ഏറ്റെടുത്തിരിക്കുന്നു. അതെ, സീതാ സ്വയംവരത്തെ കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ റൂൾസ് ഒക്കെ ക്ലിയർ ആണ്, സംശയങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാ തന്നെ? 4 അല്ലേ? അതിൽ ഏത് വരണം എന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം? ശരിക്കും നന്നായി പഠിച്ചത് ഏതായിരുന്നു? യയാതി ചരിതമാണ് കൂടുതൽ പഠിച്ചത്. എന്താ അത്രക്ക് ഇഷ്ടമായിരുന്നു അത്? ആ കഥ ഇഷ്ടമായതുകൊണ്ടാണോ? വായിച്ചു കുറെ. അത് വായിച്ചു, അതിനെ കുറിച്ച് എനിക്ക് ശകുന്തള ഉപാഖ്യാനായിരുന്നു വേണമെന്നുണ്ടായിരുന്നത്. യയാതിയുടെ എന്താ ഇഷ്ടം? ഏതാണ്
എന്താണ് അതിൽ ഇഷ്ടപ്പെട്ട രംഗം? ഇല്ല, യയാതിയെ കുറിച്ചുള്ളതും പിന്നെ ശാപം കിട്ടിയതും അതിനെക്കുറിച്ചൊക്കെ വായിച്ചപ്പം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച പാഠം എന്താണ്? യയാതിയുടെ കഥയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയ പാഠം എന്താണ്? പുത്രന്റെ ധർമ്മം നിറവേറ്റണം. പുത്രന്റെ ധർമ്മം നിറവേറ്റണം. അതുകൊണ്ട് ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ. ഇപ്പോ ഇന്നത്തെ കാലത്ത് അതുണ്ടോ? ഇല്ല. നിങ്ങൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഉണ്ട്. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? നിങ്ങൾ വീട്ടിൽ എന്താ ചെയ്യണത്? മുത്തശ്ശിമാരുടെ അവരൊക്കെ വീട്ടിൽ മുത്തശ്ശിമാരും മുത്തശ്ശനൊക്കെ ഉണ്ടോ? മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? അല്ലെ രാവിലെ എണ്ണീറ്റ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാറുണ്ടോ? അല്ല, ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല, മുത്തശ്ശിമാർക്ക് അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. ഞാനും ഒരു മുത്തശ്ശിയാണ്. മക്കൾ ചെയ്തു, പക്ഷെ അതല്ല. എന്തൊക്കെയാ ചെയ്തു കൊടുക്കുക? അവർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കുക? പറയണത് കേൾക്കും. അവരെന്താ പറയാറ്? ഇപ്പം എന്തെങ്കിലും എടുത്തോണ്ട് തരാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ കഥകൾ പറഞ്ഞു തരാറുണ്ടോ? ഉണ്ട് അല്ലേ? അത് കേൾക്കാൻ വലിയ ഇഷ്ടമായിരിക്കും. ഏതായാലും ഈ അടുത്ത കഥകളിലേക്ക്, നമ്മൾ നിങ്ങളുടെ കഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: രാമലക്ഷ്മണന്മാർ ആരോടൊപ്പമാണ് മിഥിലാപുരിയിലേക്ക് പ്രവേശിക്കുന്നത്? ഓപ്ഷൻ എ ദശരഥൻ, ബി വിശ്വാമിത്രൻ, സി വസിഷ്ഠൻ, ഡി അങ്കിരസ്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. വിശ്വാമിത്രൻ. ഓപ്ഷൻ ബി വിശ്വാമിത്രൻ. ഉറപ്പല്ലേ? ലോക്ക് ചെയ്യട്ടെ? പ്ലീസ് ലോക്ക് ബി വിശ്വാമിത്രൻ. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. സംശയമില്ല അല്ലേ? ദശരഥൻ എന്തായാലും ആവാൻ വഴിയില്ല. വസിഷ്ഠൻ, അങ്കിരസാവോ? അല്ല. എനിവേ, ബി വിശ്വാമിത്രൻ ശരിയായ ഉത്തരമോ തെറ്റായ ഉത്തരമോ? ശരിയായ ഉത്തരം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം തന്നെ കൃത്യമായിട്ട് 10 മാർക്ക് കിട്ടി. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: ജനകന്റെ സംരക്ഷണയിലുള്ള വിശിഷ്ടമായ ശൈവചാപം ശിവൻ ആരുടെ പക്കലാണ് സംരക്ഷിക്കാനായി നൽകിയത്? ഓപ്ഷൻസ്: എ ദേവരാതൻ, ബി വിഷ്ണുരാതൻ, സി ഭവത്രാതൻ, ഡി നിമി. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ദേവരാജൻ എടുക്കണം എന്റെ അഭിപ്രായം. മണി, സമയം. ഓപ്ഷൻ എ ദേവരാജൻ. ഉറപ്പല്ലേ? ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ എ ദേവരാജൻ ലോക്ക് ചെയ്യൂ. സംശയം ഉണ്ടായിരുന്നു അല്ലേ? അതെ. അത്രയ്ക്ക് പേരുകളെല്ലാത്തിനും ഒരു സാമ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഏതായാലും ആ കൺഫ്യൂഷൻ എല്ലാം തീർക്കാൻ നമുക്ക് ചോദ്യം ശരിയാണോ തെറ്റാണോ ഉത്തരം എന്ന് ചോദിക്കാം. ദേവരാജൻ ശരിയോ തെറ്റോ? ആവൂ, സമാധാനമായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും ശരിയായി. ദേവരാജൻ. ദേവരാജൻ എന്ന് പറഞ്ഞു നിങ്ങൾ. ബാക്കിയുള്ളവരെ വല്ലതും അറിയോ ഭവതരാജനെ കുറിച്ചൊക്കെ? നിമിയെ പറ്റി വായിച്ച സമയത്ത് കേട്ടിട്ടുണ്ട്. നിമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നോ വായിച്ചിട്ടുണ്ടെന്നോ? വായിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് വായിച്ച സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പം എവിടെയോ വായിച്ച പോലെ. നിമിയുടെ പേര് നിമിയുടെ പേര് എവിടെയോ കേട്ട പോലെ തോന്നി. അതെ. ബാക്കി ആരുടെയും പേര് കേട്ടിട്ടില്ലേ? ഇത് വായിച്ച സമയത്ത് ഈ പരാമർശങ്ങളൊന്നും, ഈ പേരുകളുടെ ഒന്നും പരാമർശം ഭവത്രാജനൊന്നും നിങ്ങളുടെ ഇതിൽ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആദ്യമായിട്ടല്ല, പക്ഷെ നമ്മൾ വായിച്ചപ്പം ഇതൊന്നും ഇല്ലായിരുന്നു. ഈ പേര് മാത്രമേ നിങ്ങളുടെ ഉണ്ടായിരുന്നു. ദേവരാജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എനിവേ, കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ 20 മാർക്കായി. അപ്പൊ നമുക്ക് ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം: സീതാദേവിയുടെ വിവാഹത്തെ സംബന്ധിച്ച് ജനകന്റെ പ്രതിജ്ഞ എന്തായിരുന്നു? ഓപ്ഷൻ എ
സീത സ്വയംവര കന്യയെന്ന്, ബി സീത ശ്രീരാമനെ വിവാഹം ചെയ്യുമെന്ന്, സി സീത വീരശുൽക്കയാണെന്ന്, ഡി സീത വിദുഷിയാണെന്ന്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി സീത വീരശുൽക്കയാണെന്ന്. വീരശുൽക്കയാണെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പാ. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തോളൂ. പ്ലീസ് ലോക്ക് സി സീത വീരശുൽക്കയാണെന്ന്. ഈ വീരശുൽക്ക എന്ന് പറയുന്നത് എന്താണ്? വീര്യയായ കന്യക. ഏ വീര്യയായ കന്യക. വീര്യായ കണ്ണിക്കുന്നു അതാണോ? ഉറപ്പാണോ? നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ല. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം നിങ്ങൾക്ക് അറിയണ്ടേ? ആണല്ലോ. അറിയണം. സംസ്കൃത പണ്ഡിത ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ലക്ഷ്മി ശങ്കറിനോട് തന്നെ ചോദിക്കാം. വീരശുൽക്ക എന്ന് പറഞ്ഞാൽ വീരന്മാര് പണ്ട് പലതരത്തിലുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. സ്വയംവരമായിട്ട് വിവാഹം നടത്താം. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും വിവാഹം നടന്നത് ഗാന്ധർവ വിധി പ്രകാരമാണ്. അതായത് അവര് തമ്മിൽ വധൂവരന്മാർ മാത്രം തീരുമാനിക്കുന്ന വിവാഹം. പക്ഷെ വീരശുൽക്കയായിട്ടുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ തീരുമാനിക്കുകയാണ്, ഒരു വീരനെ എൻ്റെ മകളെ കൊടുക്കൂ. അതിനെന്ത് വേണം? എന്തെങ്കിലും ഒരു വീരപരീക്ഷ നടത്തുക, എന്തെങ്കിലും ഒരു മത്സരമോ അല്ലെങ്കിൽ ബുദ്ധി പ്രകടനമോ ഒരു പാണ്ഡിത്യ പ്രകടനമോ. ഇപ്പൊ പാഞ്ചാലിയുടെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മുകളിലൂടെ ഒരു ഇത് കറങ്ങുന്നു, അതിന്റെ കണ്ണില് താഴെ വെള്ളത്തിൽ നോക്കി എഴുതി വീഴ്ത്തുന്നവൻ എൻ്റെ മകളെ കൊടുക്കും. അങ്ങനെ വീരശുൽക്കയായി മകളെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വീരത്വം തെളിയിച്ച ഒരാൾക്കേ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. അപ്പൊ അതിൽ സീത വീരയാണെന്നുണ്ട്, സീത വിദുഷിയാണെന്നുണ്ട്. കാരണം അത്രയും മിടുക്കനായ ഒരാൾക്കേ എൻ്റെ മകളെ കൊടുക്കാൻ പറ്റൂ. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ വീരശുൽക്ക എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിപ്പൊ കിട്ടുന്ന പ്രൈസ് മണി പോലെ ഒരു ശരിക്കും ഒരു പ്രൈസ് മണിയാണ്. അതിപ്പോ ആർക്ക് വേണമെങ്കിലും ആവാം. അവിടെ സ്വയംവരത്തിന്റെ യാതൊരു സ്വാതന്ത്ര്യവും സ്ത്രീനില്ല. ഉറപ്പല്ലേ? ഏതായാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയണ്ടേ? സീത വീരശുൽക്കയാണ് എന്ന ഉത്തരം ശരിയോ തെറ്റോ? ശരിയാണ്, കറക്റ്റ്. അപ്പോ എത്ര മാർക്കായി? 30 മാർക്കായി. നിങ്ങളുടെ സ്കൂളില് ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടില്ലേ? എന്തൊക്കെയാ? ഈ അടുത്ത് തന്നെ സീഡ് സീസൺ വാച്ചിന്റെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് മാതൃഭൂമിയുടെ പ്രോഗ്രാമാണ് സീഡ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ബെസ്റ്റ് സ്കൂളിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ? സീഡിന് എല്ലാ സ്കൂളുകളിൽ നിന്നും ഒരു ടീച്ചർ ഉണ്ട്, ഒരു ടീച്ചർ കോർഡിനേറ്റർ. അപ്പം ടീച്ചർ വഴി കുട്ടികളെ സെലക്ട് ചെയ്യും. കുട്ടികളുടെ കുറെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. ഈ അടുത്ത് തന്നെ സീഡ് റിപ്പോർട്ടർ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് എല്ലാം ഏറ്റവും നല്ലപോലെ നടത്തിയ സ്കൂൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓരോ സ്കൂളിലും അവര് ഒരു സബ്ജക്ട് തരും? അങ്ങനെയല്ല, എല്ലാ സ്കൂളിലും പൊതുവായി ഒരു സബ്ജക്ട് തന്നെ കൊടുക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്ന സ്കൂളിന് പ്രൈസ് കൊടുക്കും. അതിന് റെപ്രസെന്റേറ്റീവ്സ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ശോഭ ടീച്ചറായിരുന്നു സീഡിന്റെ കോർഡിനേറ്റർ. ഓ, അത് ശരി. അപ്പൊ അവരാണ് തീരുമാനിക്കുക ഏതാ നന്നായ എന്നുള്ളത്. അപ്പൊ ഈ സ്കൂൾസിലേക്കൊക്കെ ഈ ടീച്ചർ പോകും? ഇല്ല, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഈ ടീച്ചർ പോകുന്നു. അത് ശരി. അങ്ങനെയാണ് ഓരോ സ്കൂളിനും ഓരോ ടീച്ചർ. അത് ശരി. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ റിപ്പോർട്ട് ചെയ്യും. ഓരോ ട്രീസിനെ വാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളത്. ഇതിൽ ആർക്കും ഒരാൾക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടു. ആർക്കാ? എനിക്ക്. എന്താ, ശാപ്പാട്ട് പ്രിയാണോ? അതുമാണ്. അല്ല, തെറ്റായ കാര്യമല്ല. ആഹാരം നല്ലോണം കഴിക്കണം. അതും പക്ഷെ ഹെൽത്തി ആയി കഴിക്കണം എന്ന് മാത്രം. ഈ നമ്മളെ പീറ്റ്സിയും കീറ്റ്സിയും ഒന്നും അല്ല ഞാൻ പറയണത്. നമ്മളുടെ നാടൻ ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങൾക്ക് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസും ഉണ്ട്. അതാത് പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ വേറെ ഇല്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ സനാതനധർമ്മത്തിൽ തന്നെ പലതും, ചില രീതികൾ, ചില അനുഷ്ഠാനങ്ങളും നമ്മൾ ഹെൽത്തിനെ സംബന്ധിച്ചുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അറിയണം, പഠിക്കണം കേട്ടോ. അപ്പം നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 4ാമത്തെ ചോദ്യം. ജനക മഹാരാജാവിൻ്റെ പുരോഹിതൻ ആരാണ്? ഓപ്ഷൻസ്: എ ശതധന്വാവ്, ബി ശതാനന്ദൻ, സി ദശാനനൻ, ഡി ഋഷ്യശൃംഗൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ശതാനന്ദൻ. ഓപ്ഷൻ ബി ശതാനന്ദൻ. ഉറപ്പാണ്?
സംശയമില്ലല്ലോ? നിനക്ക് സംശയമുണ്ടോ? ഇല്ല. ഇല്ല. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി സദാനന്ദൻ. പ്ലീസ് ലോക്ക്. ഡി ഋഷ്യശൃംഗനല്ലേ? ശൃംഗനല്ല. ഋഷ്യശൃംഗനല്ല. എന്താ അദ്ദേഹം ആരുടെയാണ്? ഋഷ്യശൃംഗൻ പുരോഹിതൻ. പുരോഹിതൻ എനിക്കറിയില്ല, പക്ഷേ അവിടെ ജനകന്റെ രാജ്യത്തും ഒക്കെ അദ്ദേഹം യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഋഷ്യശൃംഗൻ അല്ല, ദശരഥന്റെ രാജ്യങ്ങൾ. ഞാൻ ശാന്തയുടെ എളുപ്പുന്ന കഥയിലോട്ട് പോയി. അപ്പൊ കൺഫ്യൂഷൻ ആയി. അതെ ദശരഥന്റെ ആരാണ് ഋഷ്യശൃംഗൻ എന്നറിയോ? അതെ, മരുമകൻ. മരുമകൻ, മകളുടെ ശാന്തയുടെ ഹസ്ബൻഡ്. ഓക്കെ, ഋഷ്യശൃംഗന്റെ കഥ വേറെ തന്നെ ഉണ്ട്. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ ചോദിക്കാം. ബി സദാനന്ദൻ ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പൊ 4ാമത്തെ ചോദ്യം ശരിയായിരിക്കണം ഉത്തരം. 40 മാർക്ക് കിട്ടി. ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട്? 3. 3 മതിയോ? 7 ചോദ്യം. മതിയല്ലേ? ഓക്കെ, നമുക്ക് 7ലേക്ക് നിർത്താം. പത്തനംതിട്ട, പടയണി പത്തനംതിട്ട എന്ന് പറയുന്നതിനെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ? അവിടെ കടമിനിട്ട, പിന്നെ ഞങ്ങളുടെ അടുത്ത് പുതിയാവില്, ഇവിടെയൊക്കെ ഭയങ്കര വലിയ പടയണികളാണ് നടക്കുന്നത്. പല കോലങ്ങളും ഒക്കെ ഒരുങ്ങി വലിയ പടയണികൾ നടക്കുന്നത്. കാണാൻ ഭയങ്കര രസമാണ്. അതെ. അപ്പൊ എപ്പോഴെങ്കിലും ഞാൻ വരണം കാണാൻ. എപ്പോഴാണ് അതിന്റെ സമയം? രാത്രിയിലാണ് എപ്പോഴും. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഇല്ല. ഏത് സമയത്ത്? എല്ലാ ദിവസവും ഉണ്ട്. ഭരണി സമയത്ത് ആണെന്നാണ് തോന്നുന്നത്. തോന്നണതോ? ഒരു ചെറിയ സംശയം. ഏത് മാസാണെന്ന്? ഏത് മാസം അത്? ഭരണി ഫെബ്രുവരി അല്ലേ? അല്ല, ഭരണി മീനമാസത്തിലല്ലേ? അല്ലെ, പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോഴാണ് സാധാരണ. അത് ഏത് സീസണിലാന്ന് നോക്കിയാൽ പാടത്ത് കൊയ്ത്തെന്ന് പറയുമ്പോ മകരക്കൊയ്ത്തുണ്ട് ഏപ്രില്. തുടങ്ങുന്നില്ലേ ഉള്ളൂ. ഇപ്പൊ കുഴഞ്ഞു. പത്തനംതിട്ടക്കാര് മുഴുവനും വന്ന നിങ്ങളെ തല്ലും. ഒക്ടോബർ ആ ഒരു സമയത്തല്ലേ? ഒക്ടോബറിൽ നമ്മളുടെ ഓരോ സ്ഥലത്തും ഓരോ ഉണ്ട്. അവിടെ ഒരു ഗുഹാ അമ്പലമില്ലേ? ശ്രീരാമനും ഒക്കെ വന്ന് വനവാസ സമയത്ത് താമസിച്ചിരുന്ന ഒരു ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ. അങ്ങനെ പറയപ്പെടുന്ന ചുട്ടിപ്പാറ. ചുട്ടിപ്പാറ. പോയിട്ടുണ്ടോ? പിന്നെ പോയിട്ടുണ്ട്. പിന്നെ എന്താ ഇത്ര ആലോചിച്ചു ഞാൻ ചോദിച്ചപ്പോ? ഗുഹാക്ഷേത്രം നമ്മളെപ്പോഴും ചുട്ടിപ്പാറ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞപ്പോ ഗുഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രം പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിട്ടില്ല. ഇല്ല. കാരണം അറിയോ? ആ കഥ അറിയോ? അത് വലിയ കഥയാണ്. അപ്പൊ അതിലേക്ക് പോണ്ട. നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം. അയോധ്യയിലെ ആദ്യത്തെ രാജാവ് ആരാണ്? ഓപ്ഷൻസ് എ മനു, ബി പൃഥു, സി മാന്ധാതാവ്, ഡി ഇക്ഷാകു. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി ഇക്ഷ്വാകു. ഭയങ്കര താളത്തിലാണല്ലോ രണ്ടുപേരും. ലോക്ക് ചെയ്യട്ടെ? ഡി ഇക്ഷാകു ലോക്ക് ചെയ്യൂ. ഒരുമിച്ച് താളോട്ടിട്ടാണോ? ഒരേ സ്വരം, ഒരേ ശ്രുതി. അത് വളരെ നന്നായി. ഏതായാലും നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. ഉറപ്പാണോ ഇക്ഷാകു എന്നുള്ളത്? ഒരു ചെറു സംശയമുണ്ട്. ആരാ സംശയം? മറ്റേ ആളാരാ? മറ്റൊരാള് അങ്ങനല്ല, എന്നാലും ഇക്ഷ്വാകു ആണോ എന്നൊരു സംശയം. ഉറപ്പാണ്. സംശയം ഒരാൾക്ക് മനു ആണെന്ന് സംശയം തോന്നുന്നു? ഇല്ല. അല്ല. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ഡി ഇക്ഷ്വാകു. ഉത്തരം ശരിയാണ്. ഇക്ഷ്വാകു വംശം വളരെ ഫേമസ് ആണ്. അത് ചന്ദ്രവംശമാണോ സൂര്യവംശമാണോ? സൂര്യവംശമാണ്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് അറിയാം. പാചകം ചെയ്യാൻ ഏതാ ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ചെയ്യാൻ നാടൻ ഞാൻ ഇതുവരെ തനിച്ച് ചെയ്തിട്ടില്ല. അമ്മയുടെ കൂടെ ഒക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? എന്താ ബുദ്ധിമുട്ട്? ഇപ്പൊ എല്ലാത്തിനും മെഷീൻ ഉണ്ടല്ലോ. ഒരു മിക്സി തരിക. പണ്ടൊക്കെ ഞാനൊക്കെ അമ്മിയിൽ അരച്ചിട്ടാ കൂട്ടാനുണ്ടാക്കിയിരുന്നത്. ഇപ്പൊ അതല്ല. നിങ്ങൾ ആലോചിക്കണ്ടോ ഞാൻ ചെയ്തിരുന്നു, വെറുതെ നുണ പറയണോ? അല്ലല്ല, അമ്മിയുടെ ആട്ടുകളിലൊക്കെ അരച്ചിട്ട് കുട്ടിക്കാലത്ത് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. IAS ആവണം എന്നാണ് ആഗ്രഹം. അല്ല IPS? IAS. മോളുടെ മോക്ക് എന്താ? എന്റെ ആ ഡോക്ടർ. ഏത് ഡോക്ടർ? എനിക്ക് കാർഡിയോളജിസ്റ്റ് ആണ്. ഇപ്പൊ കുറെ കുട്ടികളായി പറയുന്നു കാർഡിയോളജിസ്റ്റ് ആവാനാണ് മോഹം. ഇന്നാൾ വന്ന കുറെ കുട്ടികൾക്കും ഏറ്റവും വലിയ മോഹം കാർഡിയോളജിസ്റ്റ് ആവാൻ. അതെന്തിനാ? ഹൃദയത്തിനെ പറ്റി പഠിക്കാനാണോ?
കാർഡിയോളജിസ്റ്റിനെ പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ഇഷ്ടം തോന്നി അത് എടുക്കാൻ. റിസർച്ച് ചെയ്തു കാർഡിയോളജിയെ അങ്ങനെയല്ല, പറ്റിയോ? അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാർഡിയോളജിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം. കാർഡിയോ സർജനോ വെറും കാർഡിയോളജിസ്റ്റോ? കാർഡിയക് സർജൻ. കാർഡിയോ സർജൻ. ഓക്കെ, അപ്പം നമുക്ക് ഹൃദയത്തിനെ കീറി മുറിച്ചൊക്കെ ചെയ്യാം. നിങ്ങളുടെ നാട്ടിലല്ലേ ലോകത്തിലുള്ള ഏറ്റവും വലിയ അയ്യപ്പ ശില്പം? 122 അടിയല്ലേ? എത്രയാണ്? 133. അതെ. 66 ചുറ്റളവ്, 66 മീറ്റർ ചുറ്റളവ്. ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? കാരണം ഞാനീ വായിച്ചോർമ്മയെന്നാ പറയുന്നത്. എന്താ അത്ര വലിയ സംശയം? കണ്ടിട്ടുണ്ടോ? നടന്നുകൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക. നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിന്റെ അടുത്താണോ തന്നെ? അല്ലല്ല, ഞങ്ങളുടെ സ്കൂളിനടുത്താണ്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കാണാം ചുട്ടിപ്പാറ. അവിടെ അതിന്റെ മുകളിലാണ് ഈ പണി നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും? അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ ഈ സ്കൂള് കുറച്ച് മലഭാഗത്തായിട്ടാ, കുറച്ച് ഉയർന്ന പ്രദേശത്താണ്. അപ്പൊ അതിമനോഹരമായിരിക്കണമല്ലോ നിങ്ങളുടെ അതെ. ടെറസിൽ നിന്നൊക്കെ നോക്കുമ്പോ ഭയങ്കര ഭംഗിയാ. ഭയങ്കര ഭംഗിയാ, പച്ച നിറത്തില് അല്ലേ? കേരളത്തിന്റെ ഭംഗി അവിടെയാണല്ലോ, പച്ച നിറത്തിലാണല്ലോ ഏറ്റവും വലിയ ഭംഗിയുള്ളത്. ഏതായാലും നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം, ജനക മഹാരാജാവിൻ്റെ സഹോദരൻ ആരാണ്? എ കുശധ്വജൻ, ബി മിഥി, സി സുധൻവാൻ, ഡി നിമി. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ കുശധ്വജൻ. കുശധ്വജൻ. സീത ജനകന്റെ മകളല്ലേ? അല്ലേ? കുശധ്വജന്റെ മകളാരാ? ശ്രുതകീർത്തി മാണ്ഡവി. മാണ്ഡവി. അതൊക്കെ പഠിച്ചു. അപ്പൊ ഇത് ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തോളൂ. എ കുശധ്വജൻ ലോക്ക് ചെയ്യാം. ആൻസർ തെറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ വരാൻ വഴിയില്ല. സുധൻവാൻ അല്ലേ? അല്ല അല്ല, സംശയമുണ്ട്. സുധൻവാൻ നിങ്ങൾക്ക് തെറ്റിയതാണെന്നാണ് എനിക്ക് തോന്നണത്. എന്നാൽ ഉത്തരം ശരിയാണ്. എന്താ? ശരിയാണ്. ശരിയാണ്. ആ, നിങ്ങൾ തന്നെ തീരുമാനിച്ചു ശരിയാണെന്ന്. അപ്പൊ പിന്നെ കമ്പ്യൂട്ടർ പറയൂ ശരിയാണോ തെറ്റാണോന്ന്. അപ്പൊ 6ാമത്തെ ഉത്തരം ശരിയായി. ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട്? ഒരൊറ്റ ഒന്നേ ഉള്ളൂ ബാക്കി. അതിലും കൂടെ ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മാർക്കാണ് കരസ്ഥമാക്കാൻ. ഏതായാലും നിങ്ങൾ ഒരാൾ ഡോക്ടർ ആവണം, ഒരാൾ ഇതാവണം, എല്ലാ നിങ്ങളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. സീതാ സ്വയംവരത്തിന് ദശാനനൻ വന്നിരുന്നു, രാവണൻ വന്നിരുന്നു? അങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ തന്നതിൽ അങ്ങനെ ഒരു കഥ പറയുന്നില്ല. അപ്പൊ നമുക്ക് ലക്ഷ്മി ശങ്കറിനോട് ചോദിക്കാം, വാൽമീകി രാമായണത്തിൽ എങ്ങനെയാന്ന്? വാൽമീകി രാമായണത്തിലെ ഇവർക്ക് വാൽമീകി രാമായണമാണ് പഠിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷെ രാമായണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ധാരാളം രാമായണത്തിന് പ്രാദേശികമായ ധാരാളം വെർഷൻസ് ഉണ്ട്. അതിലേതിലെങ്കിലും അങ്ങനെ ഉണ്ടാവാമായിരിക്കാം. പക്ഷെ നമ്മളിപ്പോ ഇവിടെ അടിസ്ഥാനമാക്കുന്നത് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം മാത്രമാണ്. അതിലെ ഇല്ല. കാരണം ഇത് എനിക്ക് ക്ലാരിറ്റി വരണം എന്നുണ്ടായിരുന്നു ഈ ഇത്. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഒരുപാട് പേര് അത് തെറ്റായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടിരിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതാണ്, കൃത്യമായിട്ടുള്ള മാർഗദർശനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തത്. ഈ രാമായണങ്ങളുടെ ഒരു വൈപുല്യവും, രാമായണങ്ങൾ പ്രാദേശികമായി പ്രസിദ്ധി നേടിയിട്ടുണ്ട്. അപ്പൊ ആ പ്രദേശത്ത് ആ രാമായണമായിരിക്കും. ഇപ്പൊ കമ്പരാമായണം, കൃത്തിവാസ രാമായണം, ഇപ്പൊ തായ്ലൻഡിലെ രാമായണം, ബാലിയിലെ ഇന്തോനേഷ്യയിലെ രാമായണം. അപ്പൊ അവിടെയൊക്കെ കഥകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വാൽമീകിയുടെ വിചിത്ര രാമായണങ്ങളും ഉണ്ട്. അപ്പോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ രാമായണങ്ങളുണ്ട്, മാപ്പിള രാമായണം പോലും ഉണ്ട്. അപ്പൊ പ്രാദേശിക രാമായണങ്ങൾക്കൊക്കെ അതിൻ്റെതായ സ്വത്വമുണ്ടെന്ന് തിരിച്ചറിയുകയും, എന്നാൽ രാമായണ കഥ എന്ന് പറയുന്നത് വാൽമീകി എഴുതിയ രാമായണം തന്നെയാണ് എന്ന് അതിന്റെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുകയും വേണം. അതായിരുന്നു ഉദ്ദേശം ആ ചോദ്യത്തിന്. ഓക്കെ, അപ്പൊ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം, രാമസോദരനായ ശത്രുഘ്നൻ ആരെയാണ് വിവാഹം ചെയ്തത്? ഓപ്ഷൻസ്: എ ലക്ഷ്മണ, ബി ശ്രുതികീർത്തി, സി മാണ്ഡവി, ഡി വിശ്രുതശ്രീ. ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ശ്രുതകീർത്തി.
ഉറപ്പ് ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യണു. ബി ശ്രുതകീർത്തി. ഏഴാമത്തെ ചോദ്യം ആൻസർ നോക്കാം. ഏതായാലും എന്തോ എനിക്ക് തെറ്റിന്നാ തോന്നണ. ശ്രുതികീർത്തി എന്നല്ലേ പറഞ്ഞത്? ഉറപ്പല്ലേ? ഏതായാലും നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു നോക്കാം. ബി ശ്രുതകീർത്തി ശരിയോ തെറ്റോ? അയ്യോ, മാണ്ഡവി അല്ല. മാണ്ഡവി ആരെയാ കല്യാണം കഴിച്ചേ? ഭരതനെ. അപ്പോ ബി ശ്രുതകീർത്തി ശരിയായ ഉത്തരമാണ്. വളരെ ശരിയായി. ഏതായാലും 70 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സീത രാമനെയും ഭരതന് മാണ്ഡവിയും, ലക്ഷ്മണൻ ഊർമിള, ആ അടുത്തത് രാമന് സീതയും. അത് പറഞ്ഞു കഴിഞ്ഞു. ശത്രുഘ്നന് ശത്രുഘ്നന് ശ്രുതകീർത്തിനെയും കല്യാണം കഴിച്ചു. ഇവരൊക്കെ ശരിക്കുള്ള സിസ്റ്റേഴ്സ് അല്ല, സീത കസിൻസ് ആണ് എല്ലാവരും. പലയിടത്തിലും ഇതും ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ഏതായാലും നിങ്ങൾ വളരെ നന്നായി പെർഫോം ചെയ്തു. അടിപൊളിയായി. വെരി ഗുഡ്. നമുക്ക് വരദയെ വിളിക്കാം. വരദ. ഓക്കെ, അങ്ങനെ ഫുൾ മാർക്കും കിട്ടിയല്ലേ? 70 മാർക്ക് കിട്ടിച്ചു. ആവശ്യമുള്ള സബ്ജക്ട് വേറെ ആയിരുന്നെങ്കിലും കിട്ടിയ സബ്ജക്റ്റിൽ അവർ മൊത്തം മാർക്ക് വാങ്ങിച്ചു. അതെ. അങ്ങനെ ഇരുന്നാ മതിയോ? ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ എന്തായാലും താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. വരൂ. അപ്പൊ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും കിട്ടിയ എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം തന്നു. ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഇനിയിപ്പോൾ ഈ ഒരു പെർഫോമൻസ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിച്ചാലോ? ചോദിക്കാം. സ്വാമിജി. 2 കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. മുഴുവൻ മാർക്കും വാങ്ങിച്ചതിന്. സീതാ സ്വയംവരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ സ്വയംവരമല്ല. സ്വയംവരത്തിനായിട്ടുള്ള ശാപം അത് കുലയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ജനക മഹാരാജാവിൻ്റെ സന്നിധിയിൽ വെച്ചാണ്. ഈ ജനക മഹാരാജാവ് സാധാരണ ഒരു വ്യക്തിയല്ല, രാജർഷിയാണെന്നാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. മാത്രമല്ല, ഈ ചാപം ഒടിക്കാൻ വേണ്ടി ധാരാളം പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാപം ഒടിക്കുന്നത് അതിൻ്റെ മാനദണ്ഡം എന്നത് കായിക ശക്തിയല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് സാധിക്കുന്നില്ല. ഈ ചാപം കാമത്തെ ജയിച്ച കാമാരിയായ ശിവൻ്റേതാണ്. അപ്പോൾ ഈ വില്ലൊടിക്കുന്നവർക്ക് സർവശക്തിയും സർവ ഐശ്വര്യങ്ങളും സ്വന്തമാകും, അഥവാ സീത സ്വന്തമാകും. ഇതാണ് മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ശ്രീരാമനാണ് വില്ലൊടിച്ചത്, വില്ല് കുലച്ചത്. അങ്ങനെ സീത ശ്രീരാമന് സ്വന്തമാകുന്നു. ഇത്രയാണ് ഇതേപ്പറ്റി എനിക്ക് പറയാനുള്ളത്. നന്ദി സ്വാമിജി. ലക്ഷ്മി മാം. നിങ്ങൾ വിവേകാനന്ദ സ്വാമിജി ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന ഒരു ആശയം കേട്ടിട്ടില്ലേ? ഭാരതമേ, നിന്റെ സ്ത്രീത്വത്തിന്റെ മഹനീയമായ ആദർശം സീതയായിരിക്കണം, സാവിത്രിയായിരിക്കണം. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഭാരത സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന തലത്തിൽ നാം പ്രതിഷ്ഠിക്കുന്ന ഒരു കഥാപാത്രമാണ് സീത. ജനകൻ ഈ സീതയെ കൊടുക്കില്ലേ ശ്രീരാമന്? അപ്പൊ പറയുന്ന ഒരു വാക്യമുണ്ട്, പതിവ്രത മഹാഭാഗ ഛായൈവ അനുഗത സദാ. ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരികയാണ്. നിന്റെ വ്രതം എന്താണോ, ശ്രീരാമന്റെ വ്രതം എന്തായിരുന്നു? ധർമ്മമായിരുന്നു വ്രതം. അപ്പൊ അതിനെ ആചരിച്ചുകൊണ്ട് രാമന്റെ വ്രതം എന്താണോ അതിന് കൂടെ ധർമ്മം ആചരിക്കാനാണ് ഒരാളെ തരുന്നത്. ഇതാണ് ഭാരതത്തിന്റെ ഒരു വിവാഹ സങ്കല്പം. ഒരു വിവാഹം എന്ന് പറഞ്ഞ 2 വ്യക്തികൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു കുടുംബമല്ല, ബാഹ്യമായ കുടുംബമല്ല വിവാഹം. വിവാഹം 2 പേർ ചേർന്ന് ധർമ്മം ആചരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ദൃഢത വരും. ഒരാൾക്ക് തെറ്റിയാൽ മറ്റൊരാൾക്ക് തിരുത്താം. ഒരാൾക്ക് കൂടെ നിന്നുകൊണ്ട് ധർമാചരണത്തിന് കരുത്താവുക എന്നാണ് പതി പത്നി എന്ന ഭാവം. ഇത് സീത എപ്പോഴും പിന്തുടർന്നിരുന്നു. രാമനെ തിരുത്തുന്ന സീതയെ നമ്മൾ രാമായണത്തിൽ കാണുന്നുണ്ട്.
അപ്പോ സീതയിൽ എല്ലാ ഭാവങ്ങളും നമുക്ക് കാണാം. പ്രണയഭാവമുണ്ട് സ്ത്രീയുടെ, വാത്സല്യഭാവമുണ്ട്, കരുത്തുള്ള സീത. രാവണനോടൊക്കെ ഒരു പുൽക്കൊടി എടുത്ത് കൊടുത്തിട്ട് നീ എനിക്ക് ഇതിന് സമാനനാണ് എന്ന് ദശാനനോട് പറയാൻ ധൈര്യമുള്ള സീത. അപ്പൊ പ്രണയിനിയായ സീത, കരുത്തിന്റെ പ്രതീകമായ സീത, സാധ്വിയായ സീത, തപസ്വിനിയായ സീത, ഇങ്ങനെയൊക്കെയുള്ള സീതയുടെ ഒരു ചിത്രമാണ് നാം ഈ സ്വയംവരത്തിൽ കാണുന്ന മിടുക്കിയായ കൊച്ചു പെൺകുട്ടിയിൽ നിന്നും നാം പഠിച്ചെടുക്കേണ്ടത്. ഇതൊക്കെ കൊണ്ടാണ് സ്ത്രീത്വത്തിന്റെ മഹനീയ ആദർശം സീത എന്ന നിലയിൽ നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് സീത എപ്പോഴും ഒരു കരുത്തായി ഉള്ളിലുണ്ടാവണം കേട്ടോ. പ്രത്യേകിച്ചും പെൺകരുത്തിന്റെ പ്രതീകമായിട്ട് പെൺകുട്ടികളുടെ ഉള്ളിൽ സീത, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ, എന്നും മഹിതമായ ഒരു ആദർശമായിട്ടുണ്ടാവട്ടെ. നന്നായിരുന്നു. താങ്ക് യു മാം. ശ്രീജിത്ത് സർ. പ്രിയനന്ദ, ദേവനന്ദ, നിങ്ങൾ രണ്ടുപേരും പത്തനംതിട്ട ജില്ലക്കാർ തന്നെയാണോ? അതെ. ആണ്. പടയണി ഏത് മാസത്തിലാണ് നടക്കുന്നത്? അതെപ്പോഴും അവർക്ക് കൺഫ്യൂഷൻ. ഫെബ്രുവരി, മെയ്, ഒക്ടോബർ, ഏതൊക്കെ പറഞ്ഞു? അതേ പത്തനംതിട്ടക്കാർ ഇവിടെ ഉണ്ട്. അത് കരുതി വെച്ചേക്കുമായിരുന്നേ, നമ്മളൊന്നും ചോദിച്ചപ്പോ പറഞ്ഞില്ല. അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. പത്തനംതിട്ടയില് പടയണി എപ്പോഴാണ് നടക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ പോയി, നേരത്തെ പറഞ്ഞല്ലോ റിസർച്ച് ചെയ്യുന്നു, കാർഡിയോളജിയുടെ ഒക്കെ റിസർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ പടയണിയൊക്കെ എവിടെയാണ് എപ്പോഴാണ് നടക്കുന്നതെന്നും കൂടി നോക്കിക്കോ. എൻ്റെ ആചാര്യൻ, നിങ്ങൾ കടമ്മനിട്ട വാസുദേവൻ പിള്ള എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആരാന്നിപ്പോൾ ചോദിക്കും ഞാൻ. കടമ്മനിട്ട വാസുദേവൻ പിള്ള സാറ് പടയണിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളാണ്. ഒരു ട്രൂ പടയണി എക്സ്പൊണൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എന്ന് കരുതി എനിക്ക് പടയണി അറിയാം എന്നല്ല അതിനർത്ഥം. ഞാൻ പടയണിയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനല്ല. അദ്ദേഹം എൻ്റെ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് പടയണി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതും. ഇങ്ങനെയുള്ള കലാ മേഖലയിൽ ഇങ്ങനെ വളരെ വ്യാപൃതനായിട്ടിരിക്കും. അതോടൊപ്പം തന്നെ അതിഗംഭീരനായ മാത്തമാറ്റിക്സ് അധ്യാപകൻ കൂടിയാണ്. പന്തളം NSS കോളേജിൽ എന്നെ കണക്ക് പഠിപ്പിച്ച സാറാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു സിദ്ധിയുള്ള ആൾ കൂടിയാണ്. അപ്പോൾ പടയണിയെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, നമുക്കിപ്പോൾ മലബാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ തെയ്യവുമായിട്ടൊക്കെ തന്നെ വളരെ വലിയ ബന്ധമുള്ള, അല്ലെങ്കിൽ അവതരണത്തിലെങ്കിലും ബന്ധമുള്ള ഒരു അനുഷ്ഠാന കലയാണ്. അപ്പോൾ പത്തനംതിട്ടക്കാരായിട്ട് പടയണി, കടമ്പനിട്ട എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇനി സ്റ്റേജിൽ വരുന്ന സമയത്ത് ഗംഭീരമായിട്ട് പറയണം. ഓക്കെ? ഇതിൽ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ദേവനന്ദയ്ക്ക് കുറച്ചുകൂടി സംസാരിക്കാം കേട്ടോ, കുറച്ചുകൂടി ബോൾഡായിട്ട് സംസാരിക്കാം. ഉത്തരത്തിൽ കോൺഫിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും, സംശയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പറയുന്നത് തെറ്റാണെന്ന് തോന്നിയാലും അബദ്ധമാണെന്ന് തോന്നിയാലും, പ്രിയനന്ദയുടെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടത് വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നു. അതൊരു വളരെ വലിയ സിദ്ധിയാണ് കേട്ടോ. അത് ഒരിക്കലും കളയാൻ പാടില്ല. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വന്നാൽ, ഈ യയാതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നൊന്ന് തുടങ്ങാം. ഈ യയാതിയുടേത് പുത്രധർമ്മമാണ് ആ കഥ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കൊക്കെ അതിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. പുത്രന് മാത്രമല്ല പിതാവിനും ധർമ്മമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തൻ്റെ യൗവനത്തിന് വേണ്ടി മറ്റൊരാളിൻ്റെ യൗവനം സ്വീകരിക്കുക, അത് ശരിയാണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. തൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി അത് രണ്ടാമതൊരു വധുവായിട്ട് സ്വീകരിക്കാമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ പേരിൽ ആദ്യത്തെ അമ്മായിയപ്പൻ പിണങ്ങുന്ന സമയത്ത് അതിലൊരു പ്രശ്നമില്ലേ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ധർമാധർമ്മങ്ങളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ധാർമ്മിക ചിന്തയുടെ ഒക്കെ തന്നെ ഒരു അളവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്തുള്ള മൂല്യബോധങ്ങളോ നമ്മുടെ സാമൂഹ്യ നിയമങ്ങളോ ഒന്നും വെച്ചിട്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ഒരുപക്ഷെ ഇത് നടന്ന സംഭവമായിക്കോട്ടെ, കഥയായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ടതോ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളെ ഇന്നത്തെ മൂല്യങ്ങളോ ഫാമിലി സ്ട്രക്ചറുമായിട്ടൊക്കെ തന്നെ ചേർത്ത് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ രണ്ട് എറയാണ്. ഇനി നിങ്ങൾ സീതാ സ്വയംവരത്തിനെ പറ്റി അല്ല, നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം മറ്റ് വിഷയങ്ങളിലായിരുന്നു എങ്കിൽ പോലും ഇതിൽ നിങ്ങൾ 100% മാർക്ക് നേടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് തോന്നിയത് നിങ്ങൾ ആ ചോദ്യങ്ങളോട് ഉള്ള മറുപടിയാണ്. നമുക്കിപ്പോൾ കാണാതെ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ മറുപടി പറയാനായിട്ട് സാധിക്കും.
പക്ഷെ മറ്റ് ഓപ്ഷനുകളെ പറ്റി നിങ്ങളോട് ചോദിച്ചു. അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, പക്ഷെ അറിഞ്ഞ കാര്യങ്ങളിൽ സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ അക്കാര്യത്തിനും മറുപടി പറഞ്ഞു. ഇതിങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് തന്നെ പറയാനായിട്ടുള്ള ഒരു ആർജവം നിങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രത്തോളം ഗഹനമായിട്ട് നിങ്ങൾ ഈ വിഷയത്തെ പറ്റിയും പഠിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുള്ള ഒരു വിഷയത്തിൽ 7-ൽ 7 ശരിയാക്കിയാൽ നിങ്ങൾക്ക് യയാതിയെ പറ്റിയോ ഈ ശകുന്തളോപാഖ്യാനത്തെ പറ്റിയോ ഒക്കെയുള്ള ചോദ്യങ്ങൾ കൂടി വന്നിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുമായിരുന്നു എന്നൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എന്തായാലും ഇവിടെ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ സീത പലതിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ ഒരു ഐഡിയൽ ഭാരത സ്ത്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഒരു പക്ഷേ സീത ഒരു അക്കാര്യത്തിൽ ഒരു ടവറിങ് ഫിഗറാണ്. അത് നമുക്ക് മെറ്റഫറിക്കലി പറയാം, യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി പറയാം, ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടുകളെ പറ്റി പറയുന്ന സമയത്ത് പറയാം, ഒരു സ്ത്രീയുടെ ഉയിർപ്പിനെ പറ്റി പറയുന്ന സമയത്ത് പറയാം, അവരുടെ ഏറ്റവും വലിയ ജീവിത നിഷ്ഠകളെപ്പറ്റി, അവരുടെ മൂല്യങ്ങളെപ്പറ്റി, അങ്ങനെ എന്ത് കാര്യത്തിനെ പറ്റി പറഞ്ഞാലും നമുക്ക് ഈ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നതിൻ്റെയൊക്കെ ഒരു ട്രൂ റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ പറയാവുന്നയാളാണ് സീത. ഈ പറഞ്ഞതുപോലെ ഒരു കഥാപാത്രത്തിനും ഒരു പ്രത്യേക ഷെയ്ഡിൽ മാത്രമല്ല നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അതിനെ വരച്ചു കാട്ടുന്നത്. അപ്പോൾ എല്ലാവിധ ഷെയ്ഡുകളുമുണ്ട്. എല്ലാവരിലും പോസിറ്റീവായിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്, സ്വാർത്ഥതയുടെ എലമെൻ്റ് ഉണ്ട്, അഭിമാനത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്, സ്വാഭിമാനമുള്ളപ്പോൾ തന്നെ മറ്റൊരാളിനെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുള്ള, അപ്പോൾ അങ്ങനെ എല്ലാ രീതികളിലുമുള്ള എലമെൻറ്റുകളുള്ള യഥാർത്ഥ മനുഷ്യരായിട്ടാണ് ഇവരെയൊക്കെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ദേവാംശം എന്നൊക്കെ പറയുന്നത് അതിന് പുറത്തേക്ക് ചാർത്തിയിരിക്കുന്ന ഒരു അഡീഷണൽ ലെയറാണ്. അപ്പോൾ ആ രീതിയിൽ കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള പുരാണ കഥാപാത്രങ്ങളെ, ഇതിഹാസ കഥാപാത്രങ്ങളെ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തസത്ത കുറച്ചുകൂടി കാര്യമായിട്ട് ഉൾക്കൊള്ളാനും സ്വാംശീകരിക്കാനും അതിനെ മനസ്സിലാക്കാനും കഴിയും എന്നുള്ള ഒരു ചെറിയ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഗംഭീരമായ പെർഫോമൻസ് ഇരുവർക്കും, നിങ്ങളുടെ സ്കൂളിനും നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ച ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത്തേട്ടാ? ആദ്യം തന്നെ രണ്ടുപേർക്കും, പ്രിയമനന്ദയ്ക്കും ദേവനന്ദയ്ക്കും അഭിനന്ദനങ്ങൾ. ഞാൻ കേട്ടിട്ടുള്ള ഒരു ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ സീതയിൽ നിന്ന് ഒരു ഭക്തൻ വിഭിന്നനല്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു പുരുഷനാണെങ്കിൽ കൂടി ഞാൻ സീതയുടെ ഭാവം ഉൾക്കൊണ്ടാൽ എനിക്ക് രാമനിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ശ്രീരാമസ്വാമി പരമാത്മാവാണെന്നും സീതാദേവി നമ്മളെപ്പോലെയൊക്കെ ജീവാത്മാവാണെന്നും അതേപോലെ ലക്ഷ്മണൻ അവയർനെസ് ആണെന്നും നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി ഈ ജീവിതത്തിൽ, കാരണം എന്തിനാ അവയർനെസ് വരുന്നത്? രാവണനെ പോലെയുള്ള ഈഗോ, 10 തലയല്ല 15 തലയിൽ 1000 തലകളുള്ള ഈഗോസ്, നമുക്ക് എപ്പോഴൊക്കെ അഹങ്കാരങ്ങൾ വരാം അല്ലേ? എത്ര തരം മുഖങ്ങളാണ്, എത്ര തരം കള്ളങ്ങളാണ് നമ്മൾ ചില സമയത്ത് പറഞ്ഞു പോകുന്നത് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക്. അപ്പോൾ ആ രാവണനിൽ നിന്നൊക്കെ മോചനം കിട്ടാനായി അവയർനെസ്സോടുകൂടി നമ്മുടെ പ്രാണനെ, ലൈഫ് ഫോഴ്സ്, അതായത് ഹനുമാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ലൈഫ് ഫോഴ്സിനെ പ്രാണൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുക എന്നുള്ളൊരു അർത്ഥം നമ്മളെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥം സ്വീകരിക്കാനാണ് എന്നെ പോലെ ഒരു ഭക്തന് താല്പര്യം എന്ന് ഞാൻ പറയുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ശരത്തേട്ടാ. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അപ്പോൾ പുതിയ ചില വാക്കുകളും മലയാളം ഡിക്ഷണറിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളം എന്ന് പറയണില്ല, നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ, ശുൽക്കനോ അതും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ആശ്വാസമുണ്ട്. സാധാരണ ഇതുപോലത്തെ പുതിയ വാക്കുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാറ് ഞാനാണ്. എന്തായാലും കൂടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അപ്പം എന്തായാലും നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത് അല്ലേ? ഫുൾ മാർക്കും കിട്ടി. ഹാപ്പി. ഇനിയിപ്പോൾ അടുത്തൊരു റൗണ്ടിലും കൂടെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞ് ഈ ഒരു റൗണ്ട് അങ്ങ് കടന്നു കിട്ടി. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ വജ്രവ്യൂഹം എന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ഇന്നത്തെ എപ്പിസോഡിലെ മകരവ്യൂഹത്തിൽ ആരാണ് പങ്കെടുക്കാൻ വരുന്നത് നമുക്ക് നോക്കാം. ശരത്തേട്ടാ? ഇന്ന് എത്തുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കട മലപ്പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കട.
അങ്ങനെ നമ്മുടെ 5 കുട്ടികളിവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അത് നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങാം. മോളുടെ പേരെന്താ? പല്ലവി കൃഷ്ണ. പല്ലവി കൃഷ്ണ എത്രാം ക്ലാസ്സിലാണ്? +1 +1. തീർത്ത എത്രാം ക്ലാസ്സിലാ? 8th. യദു +1. ഗംഗ 8th-ലായോ? ഓക്കെ. അഭിനന്ദ് +1. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തു വന്നോ? അയ്യപ്പ ചരിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് അല്ലേ? ആരൊക്കെ ഹെൽപ്പ് ചെയ്തു ഇതില് പഠിക്കാനൊക്കെ ആയിട്ട്? ഞങ്ങള് അക്ഷയ് സാറിന് ഹെൽപ്പ് ചെയ്തേ. സാൻസ്ക്രിറ്റ് ടീച്ചറാണ്. ആണല്ലേ? ഓക്കെ. ഈ ഒരു റൗണ്ടിലത്തെ റൂൾസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഇല്ല, ഒന്നും അറിയാണ്ട് ഇങ്ങോട്ട് വന്നേക്ക്. ആരും പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നില്ലേ? ഇതെന്താ ഇങ്ങനെയൊക്കെ? പഠിക്കുന്നതിന് മുമ്പ് പറഞ്ഞ റൂൾസ് ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, ഒരു മാക്സിമം 5 പേർക്കാണ് ഈ ഒരു റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. 3 കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരാൻ പോകുന്നത്. അഭിനയം, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്. ടോട്ടൽ 70 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ പോകുന്നത്. അതിൽ ചേച്ചിയും ശരത്തേട്ടനും 20 മാർക്കിലും ബാക്കിയുള്ള 3 പേരും 10 മാർക്കിലും ആയിരിക്കും മാർക്ക് തരുന്നത്. എല്ലാം ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും പെർഫോമൻസും അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പന്തളാധിപന് പ്രണാമം. പ്രണാമം. സകല ശാസ്ത്രങ്ങളും ആയോധന മുറകളും അഭ്യസിച്ച് വിജയശ്രീ ലാളിതനായി എന്റെ മകൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. മഹാരാജൻ, മണികണ്ഠന്റെ വിശേഷങ്ങൾ നാട് മുഴുവൻ പരക്കുകയാണ്. ഒരു ശിഷ്യൻ ഗുരുവിന് നൽകാവുന്നതിൽ ഏറ്റവും വലിയ ഗുരുദക്ഷിണ തന്റെ മകന്റെ കേൾവിയും സംസാരശേഷിയും അത് ഈ ശിഷ്യൻ നേടിക്കൊടുത്തിരിക്കുന്നു. ഞാൻ അതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു. പിതാശ്രീ, ഇതൊരു നിയോഗം മാത്രം. ആ കുട്ടി മനസ്സറിഞ്ഞു വിളിച്ചത് സാക്ഷാൽ നാരായണനെ തന്നെ. ഈയുള്ളവൻ ഒരു വഴികാട്ടി മാത്രം. മകനെ, സത്യമാണ്. ഇനിയും ഉത്തമ കാര്യങ്ങൾക്ക് നിമിത്തമാകാൻ നിനക്ക് സാധിക്കട്ടെ. അമ്മ നിനക്കായി വിശിഷ്ട ഭോജ്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഗമിച്ചാലും. മന്ത്രി, എന്തുകൊണ്ടും എന്റെ സിംഹാസനം ഏറ്റുവാങ്ങാൻ ഈ ചെറുപ്രായത്തിലെ മണികണ്ഠൻ പ്രാപ്തനായിരിക്കുന്നു. പ്രഭു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. മണികണ്ഠൻ വളർന്നിരിക്കുന്നു. പക്വമായ സംസാരം, ധീരമായ പ്രവൃത്തികൾ. അതെ, മണികണ്ഠന്റെ പട്ടാഭിഷേകത്തിനായി പന്തള രാജ്യത്തെ ഒരുക്കിക്കൊള്ളൂ. ചടങ്ങുകൾ പ്രൗഢഗംഭീരമാകട്ടെ. മന്ത്രി, എന്താണ് ചിന്താകുലനായിരിക്കുന്നത്? മഹാറാണി, അവിടുത്തെ ദുരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാണ് എനിക്ക് ദുഃഖം. ദുരവസ്ഥയോ? നാം വളരെ സന്തോഷവതിയാണ്. നമ്മുടെ മകൻ മണികണ്ഠൻ രാജാവാകുന്നു. റാണി, കാക്കയും കുയിലും കറുപ്പ് തന്നെ. എന്നാൽ വസന്തകാലം വന്നെത്തുമ്പോൾ കുയിലേ പാടൂ. എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അച്ഛനാരെന്നോ അമ്മയാരെന്നോ കുലമേതെന്നോ അറിയാത്ത ഏതോ ഒരു കുഞ്ഞിന് വേണ്ടി സ്വന്തം ചൊരയിൽ പിറന്ന ക്ഷത്രിയനായ കുഞ്ഞിനെ വെറുമൊരു ദാസനാക്കാൻ മാത്രം വിഡ്ഢിയാണോ റാണി? സത്യം. കുലമോ വംശമോ ചോരയോ ഏതെന്നറിയില്ല. പക്ഷേ മണികണ്ഠനല്ലേ എന്റെ ആദ്യപുത്രൻ? വളർത്തുപുത്രൻ, കാട്ടിൽ നിന്ന് ലഭിച്ച വെറുമൊരു അഭയാർത്ഥി. എന്നാൽ രാജരാജനാകട്ടെ അവിടുത്തെ ചോരയിൽ പിറന്ന യുവരാജാവ്. പക്ഷെ എങ്ങനെ? മഹാരാജാവ് തിരുമനസിനെ നാം ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും? രാജരാജനെ നാം എങ്ങനെ രാജാവാക്കും? റാണി, ഇച്ഛാശക്തിയാണ് പരമപ്രധാനം. അവിടുന്ന് വിചാരിച്ചാൽ മണികണ്ഠൻ നാളെ ഈ ഭൂമിയിലേ ഉണ്ടാവില്ല.
എന്തിനാണ് ഈ രാജ്യത്തിന് ഇങ്ങനെയൊരു കറുത്ത തിലകം? അതെ, ചന്ദനത്തിന്റെ ശോഭയാണ് ഈ സിംഹാസനത്തിന്. അത് എന്റെ മകന്റേതാണ്, രാജരാജന്റെ. മന്ത്രി, കൊട്ടാരം വൈദ്യരെ ഒരുക്കിക്കൊള്ളു. മണികണ്ഠൻ നാളെ ശബരിഗിരി വനത്തിലേക്ക് പോകണം. ആ ആ! അസഹ്യമായ ഉദരവേദന. നാരായണ രക്ഷിച്ചാലും. ആ! ആ! പ്രിയേ, എന്തു പറ്റി? അമ്മേ, കലശലായ ഉദരവേദന. സമാധാനപ്പെടും, ഔഷധമില്ലാത്ത രോഗമില്ല. അങ്ങുന്നേ, കൊട്ടാരം വൈദ്യൻ റാണിയെ സന്ദർശിച്ചിരുന്നു, ഔഷധവും നിർദ്ദേശിച്ചു. പക്ഷേ എന്താണൊരു പക്ഷേ? ഔഷധം ഒന്നേ ഉള്ളൂ, കാടു കയറണം, പുലിപ്പാല് കറക്കണം. പുലിപ്പാലോ? അച്ഛാ, അമാന്തിക്കേണ്ട. പുലിപ്പാലിനായി ഞാനിതാ പുറപ്പെടുന്നു. കുമാര, പുത്ര, അരുത് പുത്ര. നാം ഈ വേദന എങ്ങനെയെങ്കിലും സഹിച്ചുകൊള്ളാം. പോകരുത് പുത്ര. അച്ഛാ, അമ്മേ, ഇതും ഒരു നിയോഗം മാത്രം. അനുഗ്രഹിച്ചാലും. അരുത് പുത്ര. തഥാസ്തു. സമാധാനപ്പെടൂ. മണികണ്ഠൻ ഉടൻ പുലിപ്പാലുമായി തിരിച്ചെത്തും. വിശ്രമിക്കൂ. ഭീകരമായ വന്യത എന്തുകൊണ്ടും എന്റെ ആവശ്യം എനിക്ക് നിറവേറ്റാൻ സാധിക്കും. 18 മലകളെയും ഈ മഹിഷിയെയും പരാജയപ്പെടുത്തിയാലേ നിനക്ക് ഈ വനത്തിൽ നിന്ന് പുറത്തു കടക്കാനാവൂ കുമാര. മഹിഷി, എന്റെ ജീവിത ദൗത്യം ഞാനിതാ നിറവേറ്റാൻ പോകുന്നു. നിന്റെ അന്ത്യം മഹിഷി വധം. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും ഹാപ്പി? ഒരാൾ മാത്രം ഡബിൾ റോൾ ചെയ്തു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു രണ്ടാമത്തെ സെക്ഷനിലെ ആ റോള് കൈകാര്യം ചെയ്യാൻ? കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. സൂപ്പർ ആയിരുന്നു. ആദ്യത്തെ രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട കൈയുടെ രണ്ടും ഒരേപോലെയാണ്. അങ്ങനെ നമുക്ക് വേഷത്തിന്റെ വലിപ്പമോ ദൈർഘ്യമോ ഒന്നും ഒരു മാറ്റർ അല്ല, ചെയ്യാൻ കിട്ടണത് അങ്ങോട്ട് ചെയ്യാം അല്ലേ?
അപ്പൊ എല്ലാവരും നന്നായി ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചാലോ? ഓക്കെ സ്വാമിജി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പുലിപ്പാല് ശേഖരിക്കാൻ പര്യാപ്തമായ രീതിയിൽ പുലികളെ വിധേയനാക്കാൻ അയ്യപ്പന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പുലി ഒരു വലിയ പ്രതീകമാണ്. ഈ പ്രത്യേകിച്ച് സിദ്ധ സമ്പ്രദായത്തിൽ വലുതായ പ്രാധാന്യത്തോടു കൂടി പുലിയെ കാണുന്നുണ്ട്. പുലിപ്പാണി സിദ്ധർ എന്നൊക്കെ ഉള്ള മഹാത്മാക്കൾ തന്നെ സിദ്ധ സമ്പ്രദായത്തിലുണ്ട്. മൃഗീയതയെ അതിജീവിക്കലാണ് ഈ പുലിയെ വിധേയനാക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ എല്ലാവരിലും മൃഗീയതയുണ്ട്, അതിനെ അതിജീവിക്കലാണ്. ഇപ്പോൾ പുലിത്തോലിൻ്റെ പുറത്തൊക്കെ സന്യാസിമാരിയ്ക്കുന്നതും യോഗികളിരിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു വലിയ പ്രതീകമാണ്. അവരുടെ ഉള്ളിലുള്ള മൃഗീയതയെ അതിജീവിച്ചവരാണ്. അതാണ് ഈ പുലിത്തോലിൻ്റെ മുകളിൽ അവർ കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മൃഗീയതയെ ജയിക്കുക, അത് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു തത്വമാണ്. നമ്മുടെ ഗൃഹസ്ഥ ജീവിതത്തിൽ പോലും കാമം, ലോഭം ഇതൊക്കെ കൃത്യമായ അളവിലേ പാടുള്ളൂ. അമിതമായ കാമം ഒരാളെ ഇല്ലാതാക്കും. അപ്പോൾ ഇതൊരു വലിയ പ്രതീകമാണ്. നമ്മളെ തന്നെ കീഴടക്കി കഴിഞ്ഞാൽ ജീവിതം തന്നെ ശാന്തമാവും. അപ്പോൾ മാത്രമേ ശാന്തമാവുള്ളൂ. ജീവിതത്തെ ശാന്തമാക്കാനുള്ള ഒരു വഴി നമ്മളെ തന്നെ സ്വയം കീഴടക്കുക എന്നുള്ളതാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. വിധുബാല ചേച്ചി. എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചു, നന്നായിരുന്നു. അതിന് പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, നമ്മളിപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്കിറ്റ് ഇതിന് മുമ്പിലത്തെ റൗണ്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് ഒരു അന്ന് മുരളി വന്നിരുന്നു, ഇവിടെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റുകളും ഒക്കെ കമ്പാരിസൺ വരുന്നു പോകും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ ഒരു മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രമാറ്റിസം ഉണ്ടായിരുന്നില്ല. കാരണം അയ്യപ്പൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇവിടെ കാണിച്ചത്. മെയിനായിട്ട് എനിക്കത് ആ ഒരു സംഗതി, അതായത് എനർജി അല്ല ഞാൻ പറയുന്നത്, എനർജി തരക്കേടൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. റിഹേഴ്സൽസും നിങ്ങളുടെ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് പോയി. പക്ഷെ മൊത്തത്തിൽ ഒരു ഡ്രമാറ്റിസം ഉണ്ടായിരുന്നില്ല. ആ ഒരു എന്താ പറയുക, ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വികാരമുണ്ട്, അത് അല്പം കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നിയത്. മന്ത്രിയുടെ ഡയലോഗ് ടൈമിംഗ് ഒക്കെ വളരെ വളരെ നന്നായിരുന്നു. പിന്നെ അവസാനം രാജ്ഞി എന്തിനായിരുന്നു കരഞ്ഞത്? ഒരു എടുത്തുചാട്ടത്തിലൊരു തീരുമാനമായിരുന്നില്ലേ? അത് എക്സ്പ്ലെയിൻഡ് ആയിപ്പോയില്ല. എന്തിനാ ഇപ്പോൾ രാജ്ഞി ഇരുന്ന് കരഞ്ഞ്? കാരണം ഇത്രയും ശരിക്കും പറയുന്നത് മന്ത്രിയല്ല ഉപദേശിച്ചത്, തന്നെത്താനെയാണ് ഒരുക്കിക്കോളോ എന്ന് പറഞ്ഞത് വൈദ്യന്. എന്നിട്ട് തന്നെത്താനെയാണ് അഭിനയിക്കുന്നതായിട്ട് കാണിച്ചത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ പിന്നീട് ഒരു മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു എക്സ്പ്ലനേഷൻ അവിടെ വന്നില്ല. പെട്ടെന്ന് ഇരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ലാഗും വന്നു. അത് എന്തിനാ കരയണേ എന്നുള്ളതിൻ്റെ ആ ഒരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ എന്നേ ഞാൻ പറയുള്ളൂ. നന്നായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും അവരവർക്ക് കിട്ടിയ റോൾസ് അസലായി ചെയ്തു. താങ്ക് യു ചേച്ചി. ശരത്തേട്ടാ. പല്ലവി നന്നായിരുന്നു കേട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ചേച്ചി പറഞ്ഞ ആ ഒരു പോയിന്റിൽ നമ്മൾ ആദ്യം ഒന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇനി പെട്ടെന്ന് ആ കരച്ചിൽ വന്നപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. ആ ഒരു കരച്ചിലിൻ്റെ ആ ഇതിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. അഭിനന്ദ്, എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. വളരെ നന്നായിട്ട് പ്രത്യേകിച്ച് ആ ഡയലോഗ്സ് നല്ല ഡയലോഗ്സ് ആയിരുന്നു കേട്ടോ. ആ കറുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴും ഇൻ ബിറ്റ്വീൻ തടഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, പുലിപ്പാൽ എന്താ പറയുക, ആ ഒരു ഈ കറക്റ്റായിട്ടുള്ള ടൈമിങ് നല്ല രസമായിരുന്നു. ആസ് ആൻ ആക്ടർ നന്നായിട്ടുണ്ട്. പിന്നെ മഹിഷിയും വളരെ നന്നായിരുന്നു, അയ്യപ്പൻ നന്നായിരുന്നു. ഇതിൽ രാജാവ് കുറച്ചും കൂടി നമുക്ക് ഇതേപോലെ എനർജി കുറച്ചും കൂടി ആവാം. പക്ഷേ ആ ലുക്കൊക്കെ കറക്റ്റാണ് കേട്ടോ, രാജാവിൻ്റെ ലുക്കൊക്കെ കറക്റ്റാണ്. അപ്പോൾ ക്യാരക്ടർ സെലക്ട് ചെയ്തിരിക്കുന്നതെല്ലാം വളരെ നന്നായിട്ടുള്ള സെലക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂറ്റിയിൽ അഞ്ചാമത്തെ ആ സീനും കൂടി, ഫസ്റ്റ് സീൻ കഴിഞ്ഞ് സെക്കൻഡ് സീൻ, തേർഡ്, ആ
പാല് കൊണ്ടുവരുമ്പോൾ രാജ്ഞിയുടെ റിയാക്ഷനും കൂടി എനിക്ക് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടാലൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. എന്തായാലും ഓൺ ദ ഹോൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഓക്കെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല ഭാവിയുണ്ട് നിങ്ങൾക്ക്. താങ്ക് യു ശരത്തേട്ട. ലക്ഷ്മി മാം. മങ്കട സ്കൂളിലെ കുട്ടികള് ഗംഭീരാക്കി. എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു അധികാരമാണ് ഇവിടെ. മണികണ്ഠന്റെ ദൈവിക ഭാവങ്ങളൊക്കെ നിൽക്കട്ടെ, പന്തളത്തു നിന്നും വിട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ പന്തളംകാരുടെ സ്വന്തമാവേണ്ടിയിരുന്ന ഒരു രാജാവ് ഇന്ന് ലോകത്തിന് മുഴുവൻ നായകനായി മാറിയത് പന്തളം കൊട്ടാരത്തിൽ നിന്നും മണികണ്ഠൻ പുറത്തേക്ക് വന്നതുകൊണ്ടാണ് കേരളത്തെ ഏകീകരിക്കാനും ഒക്കെ സാധിച്ചത്. പക്ഷെ എപ്പോഴും അധികാരമാണ് ഇവിടെ പ്രശ്നം. അധികാരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ചില മന്ത്രി രാജ്ഞി സംവാദങ്ങളിലൂടെ നടക്കുന്ന അധികാരത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ രാജാവിനെ അറിയിക്കാതെ രണ്ടാം നിരക്കാർ നടത്തുന്ന ചില ഒത്തുകളികളുണ്ട്. നമ്മളിത് പുരാണങ്ങളിലും കാണുന്നുണ്ട്, മന്ധരയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒത്തുകളികൾ ഒരു പുരാണ കഥകൾ മാത്രമല്ലെന്നും ഇന്ന് ആധുനിക ജനാധിപത്യത്തിന്റെ പിന്നാമ്പുറങ്ങളിലും ഇതുപോലുള്ള നിരവധി കഥകൾ മെനയുന്നുണ്ട്, നിരവധി വയറുവേദനകൾ അഭിനയിക്കപ്പെടുന്നുണ്ട്, നിരവധി നാടകങ്ങൾ നടക്കുന്നുണ്ട്, വ്യാജ വൈദ്യന്മാർ അവതരിക്കുന്നുണ്ട് എന്നൊക്കെ മണികണ്ഠ കഥ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അഭിനയവും ഇതുപോലുള്ള സാധ്യതകളുമുള്ള ഒരു സ്കിറ്റാണ് നിങ്ങൾ ചെയ്തത്. അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം. ശ്രീജിത്ത് സർ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കട മലപ്പുറം അല്ലേ, ഗംഭീരമായി. പിന്നെ ഇവിടെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഈ സമാനമായിട്ടുള്ള കഥാസന്ദർഭങ്ങൾ ആധുനിക കാലഘട്ടത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ അധികാരത്തിന് വേണ്ടിയിട്ടുമാണ്. മന്ധരയുടെ കാര്യം പറഞ്ഞു. മന്ധരയ്ക്ക് പകരം ഇവിടെ ഒരു മന്ത്രിയുണ്ട്, അവിടെ രാജ്ഞിയുണ്ട്, കൈകേയിയുണ്ട് എങ്കിൽ ഇവിടെ പന്തളത്തുള്ള ഒരു രാജ്ഞിയുണ്ട്. അവിടെ സ്വന്തം മകന് അധികാരമാണ്, മറ്റൊരാളിനെ കാട്ടിലേക്കാണ് വിടേണ്ടതെങ്കിൽ ഇവിടെയും അങ്ങനെ സ്വന്തം മകന് അധികാരം വേണം, കാട്ടിലേക്ക് വിടണം. വളരെ നിസ്സഹായനായി പോയ ഒരു രാജാവിനെ രണ്ട് സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് വളരെ സ്വാഭാവികമായി 14 വർഷത്തിന് ശേഷം തിരികെ വന്ന് അധികാരത്തിൽ കയറുന്ന ഒരാളുണ്ട്. മറുഭാഗത്ത് കുറച്ചുകൂടി ചെറുപ്പമായിരുന്ന ഒരാൾ അധികാരമേ വേണ്ട എന്ന് അത് ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വടംവലി നടക്കുന്ന സമയത്ത് പലപ്പോഴും ഇതിന് പാത്രീഭവിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങളാരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. മോനെ, നിനക്ക് ഇവിടെ രാജാവാകാനുള്ള താല്പര്യമുണ്ടോ, അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് ഭരതൻ്റെ അമ്മ ചോദിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഹൈപ്പോത്തറ്റിക്കലായിട്ട് എന്തും പറയാമല്ലോ. ഒരു പക്ഷേ രാമായണത്തിന് തന്നെ സ്കോപ്പ് ഉണ്ടാകുമായിരുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. കാരണം അധികാരത്തിന് ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. അപ്പോൾ മറ്റു പല ആൾക്കാരുടെയും കൈകളിലെ പാവകളായിട്ട് മറ്റു പല ആൾക്കാരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് അനുസ്യൂതം ഇങ്ങനെ തുടരുകയാണ് എന്നുള്ള ഒരു സന്ദേശം കൂടിയുണ്ട്. എന്തായാലും പെർഫോമൻസ് ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ഗംഭീരമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പം എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത് അല്ലേ? പിന്നെ നമുക്ക് മാർക്സ് ചോദിച്ചാലോ? ഓക്കെ, സ്വാമിജി, ഔട്ട് ഓഫ് 10? 7 out of 10. ലക്ഷ്മി മാം? 7 out of 10. 7 out of 10. ശ്രീജിത്ത് സർ? 7. പിന്നെയും 7 out of 10. ശരത്തേട്ട? ഔട്ട് ഓഫ് 20? ഔട്ട് ഓഫ് 20 ഞാൻ ഉദ്ദേശിച്ചത് 16 ആയിരുന്നു. പക്ഷേ ഈ രണ്ടുപേരുടെ അഭിനയം കൂടി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 17. ഓക്കെ, 17. ചേച്ചി, ഔട്ട് ഓഫ് 20? ഞാനും 17. 17. അപ്പം ടോട്ടൽ സ്കോർ അറിയണ്ടേ? ആരെങ്കിലും കൂട്ടിയോ ഈ സമയം കൊണ്ട്? ഇല്ല, കണക്കിലെ പുലികളില്ല. 55 out of 70. കുഴപ്പമില്ല അല്ലേ? ഇച്ചിരി കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയെന്ന് പറയുന്നവരുണ്ട്. ഇതിന്റെ എന്താണ് ഈ എക്സ്പ്രഷൻ എന്ന് മനസ്സിലാവില്ല. കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയിന്ന് പറഞ്ഞിട്ട് എല്ലാ സൈഡിലേക്കുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. കുറഞ്ഞു പോയോ കൂടിയോ? കൂടിയോന്ന് ചോദിക്കണില്ല, കുറഞ്ഞു പോയോ? അടുത്ത പ്രാവശ്യം പിടിക്കാം അല്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പിടിക്കാം. അങ്ങനെ മകരവ്യൂഹം നല്ല അതിമനോഹരമായിട്ട് അവസാനിച്ചല്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ കൂടുതൽ നല്ല നല്ല മാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ഈ വേദിയിലേക്ക് വരണം. താങ്ക് യു സോ മച്ച്.
ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ആദ്യത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള വജ്രവ്യൂഹത്തിൽ നമ്മൾ സീതാ സ്വയംവരത്തെ കുറിച്ചുള്ള ഒരു ക്വിസ് റൗണ്ടാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം മകരവ്യൂഹത്തിൽ മണികണ്ഠൻ പുലിപ്പാലി കൊണ്ടുവരാനുള്ള ആ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ കണ്ടത്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നത്. ആചാര്യസഭയ്ക്ക് നന്ദി. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയ കഥാസന്ദർഭങ്ങളും പുതിയ ക്വിസ് മത്സരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ശുഭദിനം.